നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു സാർ. ഞാനൊന്ന് പാല് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. ഒരു നടപ്പും ആവും. ശരി ശരി. അങ്ങനെയുണ്ട്. പിന്നെ സാറ് നടക്കാറിറങ്ങിയതായിരിക്കും? നടക്കുന്നത് പോലെ തന്നെ സാറേ. ഞാന് മോന് കഴിഞ്ഞ ആഴ്ച ഞാനൊരു പട്ടിക്കുട്ടിയെ വാങ്ങിക്കൊടുത്തെ. അപ്പൊ അത് ഇന്നലെ ഉച്ച തൊട്ട് കാണുന്നില്ല. അയ്യോ. അപ്പൊ അവന് ഭയങ്കര കരച്ചില്. ഞാൻ അവനെ അന്വേഷിച്ച് ആ പട്ടിക്കുട്ടി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇനി എവിടെ പോയിന്ന് അറിയാനും വയ്യ. അയ്യോ, അത് വിലപിടിപ്പുള്ളതാണോ? വിലപിടിപ്പുള്ളതാണ് സാറേ. സാറൊരു കാര്യം ചെയ്യണം. നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറിയോട് ഒന്ന് പറയണം. അസോസിയേഷൻ. കാരണം ഈ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റും. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അപ്പൊ സെക്രട്ടറിയെ കൂടെ ഞാനൊന്ന് വിളിച്ച് പറയാം. സെക്രട്ടറി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഇപ്പോഴാകുമ്പോൾ അദ്ദേഹം വീട്ടിൽ തന്നെ കാണും. നോക്കിയിട്ട് ചിലപ്പം എന്തായാലും ഈ ഏരിയയിൽ വീടിന് ചുറ്റുമൊക്കെ നോക്കിയായിരുന്നോ? വീടിന് ചുറ്റൊക്കെ നോക്കി സാർ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കി വരികയാണ് ഞാൻ. അപ്പൊ അത് എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. കുഞ്ഞാണെങ്കിൽ കിടന്ന് ഭയങ്കര കരച്ചില്ല. അയ്യോ, കഷ്ടം. ആശിച്ച് വാങ്ങിച്ചതല്ലേ? ആശിച്ച് വാങ്ങിച്ചതാണ് സാർ. എന്തോ ചെയ്യാനാ. ഇവിടെ അങ്ങനെ ഇനി ഉണ്ടോന്ന് അറിയാൻ വയ്യ. ഒരുപാട് സ്ഥലത്ത് നോക്കാം. എന്തായാലും ഇതൊന്ന് അറിയിപ്പിക്കാം. അപ്പൊ ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴേ. ശരി ശരി. എന്തായാലും കിട്ടും. ശരി, നോക്കാം സാറേ. താങ്ക് യു. ശരി സാർ, നടക്കട്ടെ. ശരി. എന്തോ പണി? എന്തോ പട്ടിക്കുട്ടി? അയ്യോ, ഇതെവിടെ നിന്ന്? ഡോർ വല്ലതും തുറന്നു കിടന്നാ? ഇല്ല, അടച്ചിട്ടേക്കായിരുന്നു. മണി, ഇതാണോ ഇനി ആ ഗോപമോഹൻ സാറിന്റെ വീട്ടിലെ പട്ടിക്കുട്ടി? ആയിരിക്കും കേട്ടോ. ആ പട്ടിക്കുട്ടി ഇതല്ല. ഇത് മറ്റേ പുള്ളിക്കാരന്റെ വീട് അങ്ങ് ദൂരെയല്ലേ. അവിടെ നിന്ന് അങ്ങനെ പട്ടിക്കുട്ടി ഇവിടെ നടന്നു വരുന്നത്? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതാ ഇത് വേറെ പപ്പി. സത്യം പറ, ഇതിനെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നത്? നീയാണോ കൊണ്ടുവന്നേ? ഇത് ഇവിടെ എടുത്തോണ്ട് വന്നാ? പിങ്കി, നീയാണോ കൊണ്ടുവന്നേ? എന്താടി ഒരു കള്ള ലക്ഷണം? നീയാണോ എടുത്തേ? അമ്മ നേരത്തെ ഒരു പട്ടിക്കുട്ടിയുടെ സൗണ്ട് കേട്ടോ. എന്നിട്ട് ഉരുണ്ട കളിച്ചു. എനിക്കും തോന്നി ഇടയ്ക്കിടയ്ക്ക് ഓരോ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പട്ടി കയറി ഇരിപ്പുണ്ടോന്ന്. ഇത് തന്നെ. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ തലവേദന? പിങ്കി പറ, നീയാണോ കൊണ്ടുവന്നേ? അത് പിന്നെ എവിടെ എടുത്തത്? സത്യം പറ. ഞാനിത് എടുത്തോണ്ട് വന്നതല്ലേ. ഇത് ഞങ്ങള് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് വഴിയിൽ നിക്കുന്നുണ്ട്. പാവം ഒറ്റയ്ക്ക് നിക്കുന്നു. അപ്പം വണ്ടി ഒന്നും തട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തോണ്ട് വന്നതാ. രവിയേട്ടാ, പെട്ടെന്ന് വിളിച്ചു പറ സാറിനെ ഇവിടെ ഉണ്ടെന്ന്. അവരെന്ത് വിഷമിക്കുന്നറിയുമോ? ഇന്നലെ കണ്ടപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി വാങ്ങിച്ചതാണ്. പണിയാണ് നീ കാണിച്ചത്. അമ്മ, നമുക്ക് ഇതിനെ വളർത്താം. അമ്മ പാവല്ലേ. വളർത്താം, മിണ്ടി പോരുത്. ഞാൻ ആദ്യം വിളിച്ചു പറയട്ടെ. അതെങ്ങനെ വളർത്തും? നമ്മള് വല്ലവരും വീട്ടിൽ അവരെ ആഗ്രഹിച്ച് വാങ്ങിച്ച പട്ടീനെ നമ്മൾ എങ്ങനെ വളർത്തും? ശരിയാണോ അത്? വല്ലവരും സാധനങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. തിരിച്ചു കൊടുക്കണതിനെ. രവി സാറേ. രവി സാർ. നമസ്കാരം. സാറ് വന്നല്ലേ? ഞാൻ മോളെ വിളിക്കട്ടെ. മോളെ, പിങ്കി മോളെ. പിങ്കി ഇങ്ങി വാ. മോളെ അതിനെ കൊണ്ടുപോവാ. മോളെ കൊണ്ടു. അതിവിടെ ഭദ്രമായിട്ട് കിട്ടി. ശരി ശരി ശരി. കൊണ്ടുപോവാ മോളെ. അവിടെ മോൻ വിഷമിച്ചിരിക്കുകയല്ലേ? ശരി. നമ്മള് രാവിലെ കണ്ട് സംസാരിച്ചപ്പോഴും ഒരുപാട് വിഷമിക്കുകയായിരുന്നു. ഞാൻ എന്ത് അറിയാൻ വയ്യ. അതെ, എനിക്ക് മനസ്സിലായിരുന്നു. ഹലോ മക്കളെ. വളരെ വിലപിടിപ്പിച്ചുള്ള സാധനമാണല്ലോ. വളരെ ഉപകാരം. ഒരുപാട് സന്തോഷം. സമാധാനമാവും. വളരെ സന്തോഷം. മോനോട് പറയാ. മോനെയും കുട്ടിയൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. തീർച്ചയായും. മോക്ക് നല്ല വിഷമമായെന്ന് തോന്നല്ല? മോക്ക് വിഷമമാണ്. അവൾക്കിത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. മോക്ക് കാണണമെന്ന് തോന്നുമ്പോ വന്നാ മതി. മോക്ക് എപ്പോ വേണമെങ്കിലും വരാം, വന്ന് കാണാം. ശരി സാറേ. വലിയ വിലയുള്ള പട്ടിയാ. വിഷമിക്കണ്ട മോൻ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.